കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വളരെ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ദില്ലി വരുന്ന 2 ദിവസങ്ങൾ വളരെ വലിയ പ്രതിഷേധത്തിൻ്റെ ഒരു അലയൊടി, പ്രത്യേകിച്ച് ഇന്ന് കർണാടക സമരവുമായി മുന്നോട്ട് പോകുന്നു. നാളെ കേരളവും തമിഴ്നാടും സമരവുമായി മുന്നോട്ട് പോകുന്നു. ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരമായി മാറുകയാണ്. ഇന്നിപ്പോൾ നമ്മളിപ്പം മന്ത്രി റോഷി അഗസ്റ്റിൻ ചേരുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരത്തിലേക്കല്ലേ കേരളം പോകുന്നത്? തീർച്ചയായിട്ടും. അതായത് ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിഷേധം രാജ്യത്ത് ഉയരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ കർണാടകത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെ പോലും തകർക്കുന്ന, ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ഒരു നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ജനങ്ങളറിയാനും പ്രതികരിക്കേണ്ടതും, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ഒന്നടങ്കം ഈ പ്രതിഷേധ സൂചകമായി എത്തിയത് കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. ഇതോടൊപ്പം ആ ജനങ്ങളുടെ വികാരമാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഒരു പ്രത്യേകതയുള്ള സമരമുഖവുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കേന്ദ്ര അവഗണന ഉണ്ടാകുന്നു, നമ്മുടെ വായ്പാ പരിധിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാകുന്നു, പദ്ധതി വിഹിതം തരുന്നതിനെ സംബന്ധിച്ചുള്ള കുറവുകൾ, ഇതൊക്കെ വികസന രംഗത്ത് ഒരു പുതിയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ശ്വാസം മുട്ടിക്കലാണ് ഒരുപക്ഷെ കേന്ദ്രം നടത്തുന്നത്. ഇങ്ങനെ ശ്വാസം മുട്ടിക്കുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനം ഒരു ജനകീയ സർക്കാരാണ്. ഈ ജനകീയ സർക്കാരുകളെ സാമ്പത്തികമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായ ലക്ഷ്യം കാണുന്നത്, അതായത് ജനങ്ങളെ സർക്കാരുമായി അകറ്റുക എന്നുള്ള ലക്ഷ്യം തന്നെയല്ലേ BJP സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? നമ്മുടെ ജനാധിപത്യ സംസ്കാരത്തിൽ എന്താ, സ്വാഭാവികമായും സംസ്ഥാനങ്ങളിലും രാജ്യത്തുമൊക്കെ ഭരണത്തിൽ വരുന്നത് വോട്ടർമാർ നിശ്ചയിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾക്ക് വില കൊടുത്തുകൊണ്ടാണ്. പക്ഷെ അതിനെയൊക്കെ ഇത്തരത്തിൽ ചില കാരണങ്ങളാൽ തഴയപ്പെടുകയും അവകാശപ്പെട്ടത് തരാതിരിക്കുകയും നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നത്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഭരണഘടനാപരമായിട്ടുള്ള മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു എന്നുള്ള സംശയമാണ്. അതുണ്ടാകാൻ പാടില്ല. കാലാകാലങ്ങളിൽ കേരളത്തിൽ തന്നെ ഗവൺമെൻറ്റുകൾ മാറി വരുന്നില്ലേ, സെൻട്രൽ ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടില്ലേ? ആര് മാറി വന്നാലും ശരി, അവകാശപ്പെട്ടത് ലഭിക്കുകയും സംസ്ഥാനങ്ങളെ സഹായിക്കുകയും കരുതലോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തെ തന്നെ തച്ചുടയ്ക്കുന്ന നീക്കങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഈ ഒരു സമരവുമായി വരേണ്ടി വന്നത്. കർണാടകയിൽ നമുക്കറിയാം, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇന്നിപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതേസമയം കേരളത്തിൽ UDF എല്ലാം തന്നെ ഇതൊന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ നിയമസഭയിൽ ആവർത്തിച്ചല്ലോ. അപ്പം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കേരളം മുഴുവൻ അദ്ദേഹം സംസാരിച്ചൊരു വാക്കെന്തായിരുന്നു, പ്രതിപക്ഷം മാറി നിൽക്കേണ്ടതൊന്നല്ല. നവകേരള സദസ്സ് രൂപപ്പെടുത്തിയത് കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ നമുക്കുണ്ടാകേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ, പുതിയൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ, അതിനെല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ, എല്ലാവരും പങ്കെടുക്കണം, അതാത് നിയോജക മണ്ഡലങ്ങളിലെ MLA മാർ അധ്യക്ഷത വഹിക്കണം, അതായിരുന്നല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ നിന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. ഇക്കാര്യത്തിൽ പാർലമെൻറ്റിൽ സർവേ വരണ്ടേ? കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ്റ് മെമ്പർമാർ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കും എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരം. നേരത്തെ ഉന്നയിക്കേണ്ടിയിരുന്നില്ലേ? അപ്പോൾ സംസ്ഥാനത്തിന് അർഹമായതെല്ലാം നേടിയെടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ പാർലമെൻറ്റിൽ സ്വരം ഉയർത്തേണ്ടവർ സമയോചിതമായി ഉയർത്തുക എന്നുള്ള ചോദ്യം മറുവശത്തുണ്ട്. ഇന്ന് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണ സംവിധാനത്തെയും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിലൊക്കെയുള്ള വലിയ കാഴ്ചപ്പാടുകളാണ് തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനൊക്കെ തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ, കാർഷിക മേഖലയ്ക്ക് അപജയം ഉണ്ടാകുന്ന രീതിയിൽ കേന്ദ്ര സഹായം നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഒരു സമരം ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതല്ല, ഭരണാധികാരികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്.